നമസ്കാരം. പൊതുജന സുരക്ഷയും നീതിയും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി UAE-യിൽ മയക്കുമരുന്ന് ഉപയോഗത്തിനും വിതരണത്തിനും എതിരായ നിയമങ്ങൾ അധികൃതർ കർശനമാക്കിയിരിക്കുന്നു. നിലവിലുള്ള ഫെഡറൽ ഡിഗ്രി ലോ ഓഫ് കോമ്പാക്ടിംഗ് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ഭേദഗതി ചെയ്ത് ലഹരിമരുന്ന് നിയന്ത്രണത്തിനായുള്ള ദേശീയ ചട്ടക്കൂട് മെച്ചപ്പെടുത്താനാണ്. പുതിയ നിയമപ്രകാരം നിയമം ദുരുപയോഗം ചെയ്ത് മയക്കുമരുന്ന് കുറിച്ച് നൽകുന്ന ഡോക്ടർമാർക്ക് 5 വർഷം വരെ ജയിൽ ശിക്ഷയും 50,000 ദിർഹത്തിൽ കുറയാത്ത പിഴയും ലഭിക്കും. വിദേശികൾ മയക്കുമരുന്ന് കേസിൽ ശിക്ഷിക്കപ്പെട്ടാൽ നാടുകടത്തൽ ഉണ്ടാകും. UAE-യിൽ മയക്കുമരുന്ന് ഉപയോഗവും വിതരണവും ഒക്കെ തടയുന്നതിനായിട്ടുള്ള നിയമങ്ങൾ അധികൃതർ വളരെ കൃത്യതയോടുകൂടിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. പൊതുജന സുരക്ഷയും നീതിയും ഉറപ്പാക്കാനും ലഹരിമരുന്ന് നിയന്ത്രണത്തിനായുള്ള ദേശീയ ചട്ടക്കൂട് മെച്ചപ്പെടുത്താനും ലക്ഷ്യമിട്ടാണ് ഈ നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്തത് രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് ഭരണകൂടം പറയുന്നുണ്ട്. മയക്കുമരുന്ന് നിയമത്തിൽ വരുത്തിയ മാറ്റങ്ങൾ രാജ്യത്തെ മെഡിക്കൽ ഉൽപ്പന്നങ്ങളുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് പുതിയ മാറ്റങ്ങൾക്കനുസരിച്ചാണ്. പഴയ നിയമത്തിൽ ആരോഗ്യ പ്രതിരോധ മന്ത്രാലയത്തെയും മന്ത്രിയെയും പരാമർശിച്ചിരുന്നത് ഇപ്പോൾ എമിറേറ്റ്സ് ഡ്രഗ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്നാക്കിയിട്ടുണ്ട്. പുതിയ നിയമം അടിമുടി മാറ്റിയാണ് എഴുതിയിരിക്കുന്നത്. പഴയ നിയമത്തിൽ ആരോഗ്യ പ്രതിരോധ മന്ത്രാലയത്തെയും മന്ത്രിയെയും പരാമർശിച്ചിരുന്നത് ഇപ്പോൾ എമിറേറ്റ്സ് ഡ്രഗ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്നാക്കിയിട്ടുണ്ട്. രാജ്യത്ത് മയക്കുമരുന്ന് ഉപയോഗവും വിതരണവും എല്ലാം വലിയ കുറ്റമായിട്ടാണ് UAE കാണുന്നത്. അതിന് ഒരു രീതിയിലുള്ള മാപ്പും നൽകുന്നതല്ല ഭരണകൂടം. സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങൾക്കും സ്വകാര്യ ആരോഗ്യ കേന്ദ്രങ്ങൾക്കും മയക്കുമരുന്നിന് അടിമകളായവരെ ചികിത്സിക്കാനും പുനരധിവസിപ്പിക്കാനും പ്രത്യേക വിഭാഗങ്ങൾ തുടങ്ങാൻ അനുമതി നൽകിയിട്ടുണ്ട്. ഇതിന്റെ വിശദമായ നിയമങ്ങൾ UAE ക്യാബിനറ്റ് പുറത്തിറക്കും. അതത് പ്രദേശങ്ങളിലെ പ്രാദേശിക ഭരണകൂടങ്ങൾക്കും സമാനമായ വിഭാഗങ്ങൾ തുടങ്ങാം. മയക്കുമരുന്ന് നിയമത്തിൽ കടുത്ത ശിക്ഷകളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സാധുവായ കുറുപ്പടി ഇല്ലാതെ മയക്കുമരുന്ന് നൽകിയാലോ നിശ്ചിത അളവിൽ കൂടുതൽ നൽകിയാലോ ഒക്കെ 5 വർഷം മുതൽ ജയിൽ ശിക്ഷയും 50,000 ദിർഹത്തിൽ കുറയാത്ത പിഴയും ലഭിക്കും. ഇത്തരം കുറ്റകൃത്യങ്ങൾ മയക്കുമരുന്ന് ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്ന കുറ്റങ്ങളായി കണക്കാക്കും. ലൈസൻസ് ഇല്ലാതെ, വൈദ്യസഹായം ഇല്ലാതെ അല്ലെങ്കിൽ നിശ്ചിത അളവിൽ കൂടുതൽ മയക്കുമരുന്ന് കുറിച്ച് നൽകുന്ന ഡോക്ടർമാർക്കും കടുത്ത ശിക്ഷയാണ് നിയമത്തിൽ പറയുന്നത്. ഇവർക്കും 5 വർഷം മുതൽ ജയിൽ ശിക്ഷയും 50,000 ദിർഹത്തിൽ കുറയാത്ത പിഴയും കിട്ടും. ഇത് മയക്കുമരുന്ന് ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്ന കുറ്റമായി കണക്കാക്കും. ശാസ്ത്രീയവും വൈദ്യപരവുമായ ആവശ്യങ്ങൾക്കായി മയക്കുമരുന്നുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള നിയമങ്ങളും പുതുക്കിയിട്ടുണ്ട്. ആരോഗ്യ സ്ഥാപനങ്ങൾ, രാസപരിശോധനാ ലാബുകൾ, ഗവേഷണ കേന്ദ്രങ്ങൾ, മയക്കുമരുന്ന് നിർമ്മാണ, സംഭരണ, വിതരണ കേന്ദ്രങ്ങൾ എന്നിവയ്ക്ക് യോഗ്യതയുണ്ടെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളുടെ മേൽനോട്ടത്തിൽ ലൈസൻസ് ലഭിക്കും. നിയമത്തോടൊപ്പം ചേർത്തിട്ടുള്ള പട്ടികയിലുള്ള ചില ഭാഗങ്ങൾ അംഗീകൃത നിയന്ത്രണങ്ങൾക്ക് വിധേയമാണെങ്കിൽ ക്രിമിനൽ കുറ്റമായി കണക്കാക്കില്ല. ശാസ്ത്രീയവും വൈദ്യശാസ്ത്രപരവുമായ ആവശ്യങ്ങൾക്കായി മയക്കുമരുന്നുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള നിയമങ്ങളും പുതുക്കിയിട്ടുണ്ട്. ഈ നിയമ ഭേദഗതി UAE-യുടെ ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ വളരെ നിർണായകമാണ്. ആരോഗ്യ മന്ത്രാലയത്തിന് പകരമായി എമിറേറ്റ്സ് ഡ്രഗ് എസ്റ്റാബ്ലിഷ്മെന്റ്, ആഭ്യന്തര മന്ത്രാലയത്തിന് പകരം നാഷണൽ ആന്റി നാർക്കോട്ടിക്സ് അതോറിറ്റി എന്നിവയ്ക്ക് നിയമപരമായി അംഗീകാരം നൽകിയിരിക്കുന്നു. മയക്കുമരുന്നിന് അടിമകളായവർക്കായി ചികിത്സ, പുനരധിവാസ വിഭാഗങ്ങൾ തുടങ്ങാൻ ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകുന്ന വ്യവസ്ഥ പുനരധിവാസത്തിന് പ്രാധാന്യം നൽകുന്നത് എടുത്തു കാണിക്കുന്നതാണ്. എങ്കിലും ലൈസൻസ് ഇല്ലാത്ത വിതരണവും നിശ്ചിത അളവിൽ കൂടുതലുള്ള കുറിപ്പടിയും പ്രോത്സാഹന കുറ്റമായി കണക്കാക്കി കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്നതിലൂടെ ലഹരിയുടെ വ്യാപനം തടയാൻ UAE ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. നമുക്കറിയാം, ലഹരി ഉപയോഗം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഇന്നൊരു മനുഷ്യന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ആ ഒരു ഒറ്റ പ്രവൃത്തി മാത്രം മതി. ലഹരി ഉപയോഗിച്ച് ഏറ്റവും വേണ്ടപ്പെട്ടവരെ പോലെ അമ്മ, മറ്റു കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ ഇവരെയൊക്കെ വെട്ടിക്കൊല്ലുക, ആക്രമിക്കുക, ഇവരോട് ഹീനമായ പ്രവൃത്തികൾ ചെയ്യുക, അത്തരത്തിലുള്ള വാർത്തകളെല്ലാം നാം സ്ഥിരം കാണാറുണ്ട്. ഈ ലഹരി എന്ന് പറയുന്നത് മനുഷ്യ സമൂഹത്തെ ഒന്നടങ്കം നശിപ്പിക്കാൻ ശക്തിയുള്ള ഒന്നാണ്. കുറച്ചു നേരം ലഹരി ഉപയോഗിക്കാൻ കിട്ടുന്ന സുഖത്തിനു വേണ്ടി ജീവിതം മുഴുവൻ മനുഷ്യർ ഹോമിക്കുകയാണ്. കണക്കുകൾ പരിശോധിച്ചാൽ ഈ ലഹരിയുടെ ഉപയോഗം കൂടി വരുന്നതായിട്ട് കാണാം. ഇപ്പൊ ലഹരി ഉപയോഗം വർദ്ധിച്ചതുകൊണ്ട് HIV പോലുള്ള കേസുകളും കൂടുന്നതായി സമീപകാലത്ത് ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്തായാലും UAE-യുടെ നിയമങ്ങൾ അവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കാനും അവരുടെ ക്ഷേമത്തിനുമൊക്കെ വേണ്ടിയുള്ളതാണ്.